പുള്ളിയുടെ ഇപ്പോഴത്തെ പോസ്റ്റ് അനുസരിച്ച് പുള്ളിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടണം. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ചിന്താഗതി വളരെ മോശമാണ്. ഇപ്പോൾ അവരുടെ നമ്മുടെ VS അച്യുതാനന്ദൻ വരെ വലിയ കുഴപ്പമില്ല. ഞാൻ മൂന്നാമത്തെ ഇവർ സർക്കാർ CPM വന്നാൽ ശ്രീലങ്ക പോലെ CPM സമരം ചെയ്യാൻ ഇത്രയും നല്ല മിടുക്കന്മാരായ ആൾക്കാർ. പുള്ളിനെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് കേസെടുത്തിട്ടുള്ള നാളെ ഇരിക്കും പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. ആലപ്പുഴയിലെന്ന് പറഞ്ഞാലേ ഇവിടുത്തെ ഒരു ഇതനുസരിച്ച് ഇവിടെ ആലപ്പുഴയുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കൂട്ടിയ ഒരാളായിരുന്നു KC വേണുഗോപാൽ. അവിടെ രാഷ്ട്രീയമില്ലാതെ വോട്ട് കിട്ടും പുള്ളിക്ക്. പണ്ട് VM സുധീരൻ നിൽക്കുമായിരുന്നു ഇവിടെ. അതുപോലെ വ്യക്തിപരമായ വോട്ടുകളാണ് പുള്ളിക്ക് കിട്ടുന്നത്. അതുപോലെ KC വേണുഗോപാലിനാണ് സാധ്യത കൂടുതൽ. ആരിഫ് പിന്നെ 5 വർഷം ഇവിടെ MP ആയിരുന്നു. പുള്ളി അരികിലുണ്ടെന്ന് ഇപ്പോഴാണ് പറയുമ്പോൾ ഞങ്ങൾ അറിയുന്നത്. പുള്ളി അരികിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്ര നാളെ എവിടെ ഇരുന്നു അപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ ഇയാൾ പറഞ്ഞ ഹൃദയത്തിലാണെന്നാണ്. പക്ഷെ പിന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു CJPയുടെ സ്ഥാനാർത്ഥി അത് പറയാം. അത് KS രാധാകൃഷ്ണൻ എറണാകുളത്തേക്കാണ് പുള്ളിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നത്. അപ്പോഴാണ് ഷാനി മോള് തോറ്റിട്ട് ഇയാൾ ചെയ്യുക. അത് 1.86 മറ്റേ പിടിച്ചു പുള്ളി വോട്ട് പിടിച്ച്. പക്ഷെ അത്ര വോട്ട് ഈ ശോഭ പിടിക്കില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ കടന്നൊരു വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലിയ ട്രെൻഡ് എന്നുള്ളതായിട്ട് ഇവിടെ അറിയില്ല. ഇവിടെ KC വേണുഗോപാലിനാണ് സാധ്യത. ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. പുള്ളിയുടെ ഭൂരിപക്ഷം കൂടുമോ എന്നുള്ളതാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ പോസ്റ്റ് അനുസരിച്ച് പുള്ളിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടണം. എന്തായാലും പുള്ളിക്ക് വിലയുള്ള അല്ല. പുള്ളി വെറുതെ ജയിച്ചിട്ട് കാര്യമില്ല. പാരി ജയിച്ച എത്ര വോട്ടിനാ? നിസാര വോട്ടിനല്ലേ കഴിഞ്ഞ രാഷ്ട്രീയം. എത്ര വോട്ട് 38,000 വോട്ടിനൊക്കെ ജയിച്ചിരുന്ന ആളാണ് പുള്ളി. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത്രയും KC ഉറപ്പിച്ചിട്ടുണ്ട്. KC ഉറപ്പാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിലവിലെ കേരള സർക്കാരിന്റെ ഭരണത്തോടുള്ള ഒരു വിമുഖത ഇത്തവണ ഇലക്ഷനിൽ പ്രകടമാവും. അതല്ല മോനെ, അതിൻ്റെ അതൊരു കാര്യം മോനെ. കഴിഞ്ഞ ഇലക്ഷനെ MLA ഇലക്ഷനെ നമ്മളിവർ ജയിക്കില്ലെന്നാണ് വിചാരിച്ചത്. അത്ര നല്ല ഭരണമായിരുന്നല്ല, സ്വർണം കാര്യങ്ങളൊക്കെ. ഇപ്പം എന്നിട്ട് അവർ ജയിച്ചില്ലേ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ചിന്താഗതി വളരെ മോശമാണ്. ഇപ്പോൾ അവരുടെ പിന്നെ കിറ്റ് കൊടുത്തു, പിന്നെ പെൻഷൻ കൊടുത്തു. ഇപ്പോൾ പെൻഷൻ കണ്ട 7 മാസമായിട്ട് കൊടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടിന് എന്തൊക്കെ പറഞ്ഞാൽ അവർ 18 മാസം കൊടുക്കാണ്ട്. അപ്പോൾ അവർ ഇപ്പം ഇവർ പറയുന്നത് അന്ന് ഉമ്മൻചാണ്ടി കൊടുത്തില്ല. അതല്ല, ഉമ്മൻചാണ്ടി അന്ന് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കണം, മാറ്റം വരുത്തി കാണിക്കണം. അത് ഇവർ കാണിച്ചിട്ടില്ല. പിന്നെ പിണറായി വിജയനെ പറ്റി എന്ത് പറയാനാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ പിന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ വരെ വലിയ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അഭിപ്രായം ചോദിക്കുന്നത് നിങ്ങൾക്കും അറിയാൻ പറ്റും. ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇനിയപ്പോൾ ചേട്ടൻ തോന്നുന്നത് അങ്ങനെയുള്ള ചിന്താധികാരായ മലയാളികൾ ഇനി മൂന്നാം വട്ടവും മൂന്നാം വട്ടം ഇവർ സർക്കാർ CPM വന്നാൽ ശ്രീലങ്ക പോലെ ശ്രീലങ്കയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാനടക്കം എല്ലാവരും കഷ്ടത്തിലാവും. നമ്മളൊക്കെ ഇത് അനുഭവിക്കേണ്ടി വരും. ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇതിൽ വേറൊരു പാർട്ടി വന്നാലും ആ പാർട്ടി ഇവർ സമരം ചെയ്ത് നശിപ്പിക്കും. CPM സമരം ചെയ്യാൻ ഇത്രയും നല്ല മിടുക്കന്മാരായ ആൾക്കാരില്ല. നിങ്ങൾക്കറിയാമല്ലോ പഴയ സമരങ്ങളൊക്കെ ഇല്ലേ. മറ്റേ ഇത് വളയൽ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് അവർ തന്നെ നിർത്തി. എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും സ്ഥലമില്ലാണ്ടായി തിരുവനന്തപുരത്ത്. പിന്നെ ഒരു പെണ്ണ് വഴി തടഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ പൈസ തരുന്നതാണ്. കടകംപള്ളി സുരേന്ദ്രൻ പഴയ മന്ത്രിയായിരുന്നു. പുള്ളിക്കാട് പറഞ്ഞു ഞാൻ 100 രൂപ തന്നാണ് നിങ്ങൾക്ക്, ഞങ്ങളുടെ വഴി തടയാൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ. അപ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇവർ നഷ്ടപ്പെടുത്തണം. മുഖ്യമന്ത്രിനെ തടയണമെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതതിൻ്റെ സമരത്തിൻ്റെ ഒരു മാതൃക വേണം. പിന്നെ കോൺഗ്രസ്സുകാർ സമരത്തിന് വളരെ പുറകോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ അതൊരു ഐക്യക്കുറവുണ്ട് അതിൻ്റെ അകത്ത് എന്നുള്ളത് എൻ്റെ അഭിപ്രായം. മാധ്യമപ്രവർത്തകർക്കായാലും ജനങ്ങൾക്കായാലും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തേക്ക് എങ്ങനെയാണ് ജനം എന്നുള്ള നിലയിൽ നോക്കി കാണുന്നത്? ജനം എന്നുള്ള നിലയിൽ വളരെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പുള്ളി. ഞാനിപ്പോൾ CPM-കാരനല്ലെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും മുഖ്യമന്ത്രി നമ്മളെല്ലാവരും മുഖ്യമന്ത്രിയാണ്. പുള്ളിനെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് കേസെടുത്തിട്ടുള്ള നാളെ ഇരിക്കും പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. ഓക്കെ.